NJ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് കറ്റാർ വാഴ എങ്ങനെ നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാം എന്നൊന്ന് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ചെറിയ കറ്റാർ വാഴ തൈയിൽ നിന്നാണ് കേട്ടോ ഞാൻ ഒരുപാട് തൈകളുണ്ടാക്കി ഇതുപോലെ ഞാൻ ആക്കിയെടുത്തത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കറ്റാർ വാഴ കിട്ടാനും ആ കറ്റാർ വാഴയിൽ നിന്നും തൈകൾ പൊട്ടാനും നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, കറ്റാർ വാഴയെ നമ്മൾ ഒരുപാട് കെയർ ചെയ്യേണ്ട കാര്യമില്ല, നോർമലി അങ്ങനെ വളർന്നോളും. പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട. ആഴ്ചയിൽ ഒരു ദിവസമായാലും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെയുള്ളൊരു സംശയമായിരിക്കും, ഒരുപാട് വെയിലത്ത് കറ്റാർ വാഴ വളർത്താൻ വേണ്ടി പറ്റുമോ എന്ന്. വെയിലത്ത് വെച്ച് വളർത്തുന്നത് കൊണ്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല. എന്നാൽ കറ്റാർ വാഴയുടെ ചോട്ടിലത്തെ മണ്ണ് ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതാണ് കേട്ടോ. ആ ഒരു മണ്ണ് ഇത്തിരി ജലാംശത്തിലിരിക്കണം. പിന്നെ ഓവർ മഴയത്തൊന്നും വെക്കരുത്, അതിൻ്റെ തണ്ട് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ കിച്ചൺ വേസ്റ്റിലെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് പഴത്തിൻ്റെ തൊലി അരിഞ്ഞിട്ടും ഇതിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അത് നേർപ്പിച്ചിട്ടാണെങ്കിലും അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ തൈകൾ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് സെപ്പറേറ്റ് നടാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാലായിരിക്കും അതിന് നന്നായിട്ട് വളരാനായിട്ട് പറ്റുകയുള്ളൂ. ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കറ്റാർ വാഴ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരുപാട് തൈകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഹെയറിനും ഫേസിനും ഈ കറ്റാർ വാഴ ജ്യൂസായിട്ടും നമുക്ക് കുടിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കറ്റാർ വാഴ. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ ഒന്ന് വളർത്തിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.